ഹായ് എവരി വൺ, 9th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ 6th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ. ഇനി നമ്മൾ 7th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 7th ചാപ്റ്ററിന്റെ പേരാണ് ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, അതായത് വിഭജനം, വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. നമുക്കറിയാം, നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ഒരു സൈഗോട്ടിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. എന്താണ് സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിക്താണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്, എങ്ങനെ ഉണ്ടാകുന്നതാണ്? അതായത് മെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ സ്പേം, പുംബീജവും, ദെൻ അതുപോലെ തന്നെ ഫീമെയിൽ ഗമേറ്റ് അല്ലെങ്കിൽ അണ്ടം ഇല്ലേ, അല്ലെങ്കിൽ അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്, ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏതെന്ന് പറയുന്നത് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ടോ എന്ന് പറയുന്നത് അല്ലെ. ഈ സിക്താണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സിംഗിൾ സെല്ലാണ്, ഒരൊറ്റ ഒരു കോശമാണ്. ഈ ഒരൊറ്റ കോശത്തിൽ നിന്നുമാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പോ ഒരു കോശമല്ലല്ലോ ഉള്ളത്, അനേകം ഇല്ലേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോശങ്ങളുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും എങ്ങനെയായിരിക്കും ഇത്രയും വലിപ്പമുള്ള നമ്മളെ പോലെയുള്ള ജീവികൾ ഉണ്ടായത് അല്ലെ. ഇനി അതുപോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന ഡിവിഷൻ ഏതാണ്, അല്ലെന്നുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ, കോശവിഭജനം കൊണ്ടാണോ ഇങ്ങനെ വളർച്ച സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലെല്ലാം എന്തോ ഉണ്ട്, ന്യൂക്ലിയസും അതുപോലെ തന്നെ മറ്റ് സെൽ ഓർഗനൽസ് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കോശം വിഭജിക്കുമ്പോൾ അടുത്ത കോശങ്ങളിലും എന്ത് കാണണം, ഇതുപോലെ തന്നെ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അല്ലെ. അതെങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? ദെൻ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, ഈ സൈഗോട്ട് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് എഗ്ഗിൽ നിന്നും സ്പേമിൽ നിന്നുമാണ്. അപ്പൊ ഈ എഗ്ഗ് അല്ലെങ്കിൽ അണ്ടത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ എന്തുകൊണ്ട്, മാതൃ ക്രോമസോമുകൾ അല്ലെങ്കിൽ മാതാവിൽ നിന്ന് ലഭിക്കുന്ന ക്രോമസോമുകൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ സ്പേമിനകത്തിൽ എന്തുകൊണ്ട്, പിതാവിൽ നിന്നുമുള്ള ക്രോമസോംസ് അല്ലെങ്കിൽ പിതൃ ക്രോമസോംസ് അല്ലെങ്കിൽ പെറ്റേണൽ ക്രോമസോംസ് ഉണ്ടെന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ ക്രോമസോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ. അതായത് ജീൻസ്, നമ്മുടെ സ്വഭാവങ്ങളെ പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ജീനുകൾ അല്ലെങ്കിൽ ജീൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ജീനുകളെല്ലാം എവിടെയാണ് ഉൾക്കൊള്ളുന്നത്, ഈ ക്രോമസോമുകൾക്കുള്ളിലാണ്. അപ്പൊ ഓരോ ജീവികളുടെ ശരീരത്തിനുള്ളിലും എന്തുകൊണ്ട്, ക്രോമസോമുകൾ ഉണ്ട്. അപ്പൊ ഈ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഓരോ ജീവജാലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇങ്ങനെ കോശവിഭജനം നടക്കുമ്പോൾ ഈ ക്രോമസോമുകളും എന്ത് ചെയ്യപ്പെടണം, വിഭജിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ വിഭജിക്കുമ്പോൾ പൂർണ്ണമായിട്ടും, അതായത് ഫുൾ ക്രോമസോംസ് ഒരു സെല്ലിൽ അല്ലെങ്കിൽ പേരന്റൽ സെല്ലിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലും അല്ലെങ്കിൽ പുത്രികാ കോശങ്ങളിലും വരുമോ, ഇനി ഏതെങ്കിലുമൊക്കെ കുറവ് അനുഭവപ്പെടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സെല്ല് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ കാണപ്പെടുന്ന ഈ ലക്ഷക്കണക്കിന് കോശങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്നുമാണ് ഉണ്ടായത്, ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ടിൽ നിന്നുമാണ് അല്ലെ. അപ്പൊ ഈ സൈഗോട്ടിന് എന്ത് സംഭവിച്ചു, ഡിവിഷൻ അല്ലെങ്കിൽ വിഭജനം സംഭവിച്ചു. അപ്പൊ ഇങ്ങനെ വിഭജനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് നടക്കണം, ഇതിന്റെ ഈ സെല്ലിനകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കണം അല്ലെ, അല്ലെങ്കിൽ ഈ സൈഗോട്ടിനകത്തിൽ ഒരുപാട് ചേഞ്ചസ് നടക്കണം. അപ്പൊ അങ്ങനെ സൈഗോട്ടിനകത്തിൽ ചേഞ്ചസ് ഒക്കെ നടന്നതിന്റെ ഫലമായിട്ട് ആ സൈഗോട്ട് ആദ്യമേ എന്ത് ചെയ്ത് കാണും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണും. 2 4 കാണും, 4 8 കാണും, 8 16 കാണും. അങ്ങനെ ഡിവിഷൻ സംഭവിച്ചിട്ടാണ് ഇന്ന് കാണപ്പെടുന്ന ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പം നമ്മളുടെ ശരീരത്തിലായ ഇത്രയധികം സെൽസ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, സെൽ ഡിവിഷനാണ്. ഇനി അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളിലും എങ്ങനെയാണ്, ആന അല്ലെങ്കിൽ തിമിംഗലം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ശരീരം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. പക്ഷെ അവരും ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നുമാണ്, ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ടിൽ നിന്നുമാണ്. അപ്പൊ ഈ സൈഗോട്ടിന് ഡിവിഷൻ സംഭവിച്ചിട്ടാണ് പിന്നീട് ആ ജീവജാലം എന്ത് ചെയ്യുന്നത്, വളരുന്നത് അല്ലെ. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സെല്ലിനകത്തിലെ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾക്കെല്ലാം ഇരട്ടിപ്പ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോശാംഗങ്ങൾ മുറിഞ്ഞിട്ടാണോ അടുത്തതിലേക്ക് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയണം അല്ലെ. അപ്പൊ ഇങ്ങനെ കോശങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ടല്ലോ. അതായത് കോശങ്ങൾ വളരണം, വളർന്നിട്ട് അത് എന്ത് ചെയ്യണം, വിഭജിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ നടക്കും. ഈ മാറ്റങ്ങളെ എല്ലാം കൂടി വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം എന്ന് പറയും. അതായത് ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു കോശം, ആ കോശത്തിനകത്തിൽ ഒരുപാട് ചേഞ്ചസ്, ആദ്യം എന്ന് പറയുന്നത് ഇത് വളരും. അപ്പൊ ഈ സെല്ല് ആദ്യം എന്ത് ചെയ്യണം, വളരണം. വളരുന്നതിനനുസരിച്ച് അതിനകത്തിൽ എന്തോ ഉണ്ടാകും, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇനി വളർന്നതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഡിവിഷന്റെ ടൈമിലേക്ക് എന്ത് ചെയ്യണം, വീണ്ടും അവയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സൈക്ലിക് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ചാക്രികമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു സെല്ല് അല്ലെ, ഈ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, മറ്റ് സെൽ ഓർഗനൽസ് എല്ലാം ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റൈബോസോം, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യണം, അടുത്ത 2 സെൽസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിലുള്ള സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യണം, അതിലും വേണം അല്ലെ. അപ്പൊ
അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്, എന്തിന്റെയെങ്കിലും ഒക്കെ അളവില് കുറവ് സംഭവിക്കുമോ, ഇനി ക്രോമസോമുകളൊക്കെ കറക്റ്റ് ആയിട്ട് അതായത് പേരന്റൽ സെല്ലിൽ ഉള്ളതുപോലെ തന്നെ ഡോട്ടർ സെൽസിനും കാണുമോ, ഇതൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു സെല്ല്, ആ സെല്ലിന് എന്ത് സംഭവിക്കുന്നു, ആദ്യം വളർച്ച സംഭവിക്കുന്നു, then അതിനകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശവിഭജനം നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ മാറ്റങ്ങളെല്ലാം കൂടി ചേരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് 2 ഘട്ടങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഈ കോശചക്രത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട്? 2 ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും, തയ്യാറെടുപ്പ് ഘട്ടം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ വിഭജന ഘട്ടം. അപ്പൊ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഘട്ടം അല്ലെങ്കിൽ ഒരു ഇന്റർഫേസും ഒരു ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ ഒരു വിഭജന ഘട്ടവും കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് സെൽ സൈക്കിൾ. അപ്പൊ സെൽ സൈക്കിളിനകത്തിൽ എത്ര ഘട്ടങ്ങളാണ് ഉള്ളത്? 2 ഘട്ടങ്ങളാണുള്ളത്. ഇന്റർഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് തയ്യാറെടുപ്പ് ഘട്ടം, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ വിഭജന ഘട്ടം എന്ന് പറയും. ഇനി ഈ ഇന്റർഫേസ് ആണ് തയ്യാറെടുപ്പ് ഘട്ടം അല്ലെ. ആ ഫേസിലാണ് ഈ സെല്ലിനും വളർച്ചയൊക്കെ സംഭവിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ട് ഒരു സെല്ല് വളരുന്നത് ഏത് സമയത്തായിരിക്കും? ഇന്റർഫേസിലായിരിക്കും. ഇനി ഇത് കൂടാതെ തന്നെ ഈ ഇന്റർഫേസ് ടൈമില് ഈ സെല്ലിനകത്തില് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അതായത് ഇതിനകത്തില് സൈറ്റോപ്ലാസം ഇല്ലേ, അതെന്ന് പറയുന്നത് ഒരു സെല്ലിനകത്തിലേക്കുള്ള സൈറ്റോപ്ലാസത്തിന് ഒരു അളവുണ്ട്. ആ അളവ് എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അപ്പൊ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. ദെൻ സെൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് കോശത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ദെൻ സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഡബിൾ ആകുന്നു, ഇരട്ടിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇതിനകത്തിലുള്ള ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തു, ജീനുകളും മറ്റു വസ്തുക്കളും എല്ലാം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള മാറ്റങ്ങളാണ് ഏത് ഘട്ടത്തിൽ നടക്കുന്നത്? ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ നടക്കുന്നത്. അതായത് ഒരു കോശം ഡിവിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു ഫേസ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്റർഫേസ്. ഈ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? കോശത്തിന് പൂർണ്ണ വളർച്ച എത്തുന്നു അല്ലെങ്കിൽ ഒരു ഫുൾ ഗ്രോത്ത് സംഭവിക്കുന്നു. ദെൻ ഇതോടൊപ്പം തന്നെ ഈ സെല്ലിനകത്തിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ. അതായത് സെൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഇൻക്രീസ് ചെയ്യുന്നു, ജെനറ്റിക് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഡബിൾ ആകുന്നു അല്ലെങ്കിൽ ഇരട്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും ഈ ഒരു സെല്ലിൽ ഇത്രയും വസ്തുക്കൾ ഇരട്ടിക്കുമ്പോഴത്തേക്ക് അടുത്ത 2 സെല്ലിലേക്ക് പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായി ഇല്ലേ. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇതിന്റെ എല്ലാം വലിപ്പം, അതായത് ഈ സെല്ലിന്റെ ഒക്കെ വലിപ്പം കൂടി, സെൽ ഓർഗനൽസ് എല്ലാം കൂടുതലായി. അതിനുശേഷം സെല്ല് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ വിഭജന ഘട്ടം. അപ്പൊ 2ാമത്തെ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സെല്ല് പൂർണ്ണ വളർച്ചയെത്തിയ കോശം എന്ത് ചെയ്യുന്നു? 2ആയിട്ട് വിഭജിക്കുന്നു അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സംഭവിക്കുന്നു. ഈ ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ ഫേസ്. ഈ ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിന്റെ വിഭജനം, മർമ്മത്തിന്റെ വിഭജനം. അതായത് സെല്ലിനകത്തിൽ എന്തോ ഉണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ മർമ്മമുണ്ട്, സെൻട്രൽ പോർഷൻ. ആദ്യം ഈ മർമ്മം എന്ത് ചെയ്യും? 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. ഇത് ഏത് ഫേസിലാണ് നടക്കുന്നത്? സെൽ സൈക്കിളിന്റെ സെക്കൻഡ് ഫേസ് ആയ ഡിവിഷൻ ഫേസിലാണ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് സംഭവിക്കുന്നത്. ദെൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിലെ സൈറ്റോപ്ലാസം എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് നടക്കും? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിന്റെ വിഭജനം നടക്കും. അപ്പൊ ഇങ്ങനെ 2 വിഭജനങ്ങൾ ഏതിൽ നടക്കുന്നത്? ഡിവിഷൻ ഫേസ് അല്ലെങ്കിൽ വിഭജന ഘട്ടത്തിൽ നടക്കുന്നത്. അപ്പൊ ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സെൽ എന്ത് ചെയ്യും? 2ആയിട്ട് അങ്ങ് മുറിഞ്ഞു മാറും അല്ലെങ്കിൽ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഒരു പൂർണ്ണ വളർച്ച എത്തിയ സെല്ലിൽ സംഭവിക്കുന്നത് അല്ലെ. ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? സൈക്ലിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഫസ്റ്റ് ഇന്റർഫേസ് കഴിഞ്ഞ് ഡിവിഷൻ ഫേസ്. അപ്പൊ ഡിവിഷൻ ഫേസ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ട്? 2 ഡോട്ടർ സെൽസ് ഉണ്ട് അല്ലെ. ഈ ഡോട്ടർ സെൽസ് ഇതുപോലെ തന്നെ പിന്നീട് എന്തിന് വിധേയമാകും? പതുക്കെ വളർച്ചയ്ക്ക് വിധേയമാകും. പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം അതിനകത്ത് ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇല്ലേ, അല്ലെങ്കിൽ ഇന്റർഫേസ് നടക്കും. ഇന്റർഫേസിന് ശേഷം അടുത്ത വിഭജനം വീണ്ടും നടക്കും അല്ലെ. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചാക്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ. അതായത് ഇന്റർഫേസ് ഡിവിഷൻ ഫേസ്, ഇന്റർഫേസ് ഡിവിഷൻ ഫേസ്. ഒരേ സെല്ലിൽ തന്നെയാണോ? അല്ല. ആദ്യം ഒരു സെല്ല്, ആ സെല്ല് മെച്ചുവറായി അതിന് ഡിവിഷൻ സംഭവിക്കുന്നു.
അങ്ങനെ രണ്ട് ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു, രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. ആ പുത്രികാ കോശങ്ങൾ വീണ്ടും എന്തിനു വിധേയമാകും? പൂർണ്ണ വളർച്ച എത്തും ഇല്ലെ? പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം അവയിൽ ഒരുപാട് പ്രിപ്പറേഷൻ ഒക്കെ നടക്കും ഇല്ലെ, അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ നടക്കും. ആ ഘട്ടത്തെ എന്തെന്ന് വിളിക്കും? ഇന്റർഫേസ് എന്ന് വിളിക്കും. ഇന്റർഫേസിന് ശേഷം വീണ്ടും അവർ ഏതിന് വിധേയമാകും? ഡിവിഷൻ ഫേസിന് വിധേയമാകും ഇല്ലെ? അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു സെല്ലിൽ നിന്നും വീണ്ടും എന്തുണ്ടായി? രണ്ട് ഡോട്ടർ സെൽ ഉണ്ടാകും. പിന്നീട് ആ സെൽസ് എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലെ തന്നെ ഇന്റർഫേസിന് വിധേയമാകും, ഡിവിഷൻ ഫേസിന് വിധേയമാകും. അപ്പൊ ഇങ്ങനെ സെല്ലിനകത്തില് ഈ പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഇന്റർഫേസും ഡിവിഷൻ ഫേസും ഇങ്ങനെ സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം. അപ്പൊ ഓരോ ജീവിയും ഉണ്ടായിരിക്കുന്ന എവിടെ നിന്നുമാണ്? ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ടിൽ നിന്നുമാണ്. ഈ സൈഗോട്ടിന് വളരെയധികം ഡിവിഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഇല്ലേ? അപ്പൊ നമ്മളിലേക്കല്ല ഈ സെൽസ് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സെല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് സൈഗോട്ട് ഉൾപ്പെടെയുള്ള സെല്ലുകൾ വളരെയധികം പ്രാവശ്യം വിഭജനത്തിന് വിധേയമാകുന്നുണ്ട്. അങ്ങനെ ഒരു കോശ വിഭജനവും അതോടൊപ്പം തന്നെ കോശത്തിന്റെ വളർച്ചയും സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളർച്ച നടക്കുന്നത് ഇല്ലേ? അപ്പൊ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് കുറെ ചേഞ്ചസ് എവിടെ നടക്കുന്നുണ്ട്? സെല്ലിനകത്തിൽ നടക്കുന്നുണ്ട്. ഈ ചേഞ്ചസിനെ എല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം. ഇതിന് രണ്ട് ഫേസസ് അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് ഫേസിനെ വിളിക്കുന്ന പേര് ഇന്റർഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ്, തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയും. ഈ സ്റ്റേജിലാണ് സെല്ലിന് ഒരു പൂർണ്ണ വളർച്ച സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി എത്തുന്ന പീരീഡ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? സെല്ലിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ജെനറ്റിക് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സൈറ്റോപ്ലാസും എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? ഈ ഇന്റർഫേസിലാണ്. ഇന്റർഫേസിനെ തുടർന്ന് സെക്കൻഡ് ഫേസ് ആയ ഡിവിഷൻ ഫേസ് നടക്കുന്നു. ഈ ഡിവിഷൻ ഫേസിന് രണ്ട് സ്റ്റേജസ് ആണുള്ളത്. അതിനും രണ്ട് ഘട്ടങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ സംഭവിക്കുന്നു, ന്യൂക്ലിയസിന്റെ വിഭജനം സംഭവിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനത്തെ തുടർന്ന് ആര് വിഭജിക്കുന്നു? ഈ സെല്ലിനകത്തിലുള്ള സൈറ്റോപ്ലാസം വിഭജിക്കുന്നു. അപ്പൊ സൈറ്റോപ്ലാസം വിഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് എന്ത് ചെയ്യും? രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. അപ്പൊ സെൽ സൈക്കിളിന് രണ്ട് ഫേസസ്, ഇന്റർഫേസ് ആൻഡ് ഡിവിഷൻ ഫേസ്. ഇനി ഡിവിഷൻ ഫേസിന് വീണ്ടും എന്തുണ്ട്? രണ്ട് ഫേസസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, അതായത് മർമ്മത്തിന്റെ വിഭജനം. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിന്റെ വിഭജനം. അപ്പൊ കോശദ്രവ്യത്തിന്റെ വിഭജനം കഴിഞ്ഞിട്ട് അവിടെ രണ്ട് ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്തിലുള്ള സെല്ലുകളെല്ലാം ഡിവൈഡ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഇന്റർഫേസ്, അതിനെ തുടർന്ന് അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? ഡിവിഷൻ ഫേസ്. അതിങ്ങനെ സൈക്ലിക് ആയിട്ട് നടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ കോശചക്രം. അപ്പൊ ഇങ്ങനെ ഒരു സെൽ സൈക്കിൾ സംഭവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും എന്ത് നടക്കുന്നത്? വളർച്ച നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെയുള്ള സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ടിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ഇരട്ടിക്കുന്നത് കൊണ്ടാണ് അടുത്ത ഡോട്ടർ സെൽസിലും അതുപോലെ തന്നെ സെൽ ഓർഗനൽസിന്റെ അളവെല്ലാം കറക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെൽ ഡിവിഷന്റെ ടൈപ്സ് ആണ് പഠിക്കേണ്ടുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.